നമ്മുടെ കുട്ടികളുടെ പൂർണ്ണമായി നിൽക്കുന്ന അനുഗ്രഹം. ഇനി കുട്ടികൾ ഒരിക്കലും ഒരു കാരണത്തിലും സങ്കടപ്പെടരുത്. നമ്മളോ നമ്മളെ കാരണവന്മാരായി ചെയ്തിരിക്കുന്ന എന്തെങ്കിലും കലകളോ നമ്മുടെ വസ്തു സംബന്ധമായ കുടുംബ സംബന്ധമായി നിൽക്കുന്ന ഏതെങ്കിലും ദോഷങ്ങൾ കൊണ്ട്, എന്തെങ്കിലും ദുരിതങ്ങൾ കൊണ്ട് നമ്മുടെ കുടുംബത്തിലൊരാൾക്കും ഇനി ദുരിതം വരാതിരിക്കാൻ ആ ദുരിതത്തെ മുഴുവൻ നമ്മൾ. നമസ്കാരം, കൈപ്പേശ്ശേരി കോയനമ്പൂരി. മണ്ഡലമാസം കഴിഞ്ഞു. നമ്മൾ മണ്ഡലമാസത്തിൽ 1-ാം തീയതിക്ക് മുമ്പ് നമ്മളൊരു ഉടമ്പടി ഏറ്റുണ്ടായിരുന്നു. എല്ലാ ആൾക്കാരും, പരമാവധി ആൾക്കാർ 41 ദിവസം കൊണ്ട് 1,00,000 ഒരു നാമജപം. ഏകദേശം ആ വീഡിയോയ്ക്ക് അടിയിൽ 1500 പേരടുത്ത് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഒരു 10-400 പേരെങ്കിലും എന്നെ ഡയറക്റ്റ് വിളിച്ചിട്ട്, കമൻ്റ് ഇടാത്ത ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഊഹം ശരിയാണ് എങ്കിൽ ഏകദേശം 1500-2000 പേര്, മിനിമം 2000 പേരെങ്കിലും 1,00,000 ഉരുവെച്ച് 41 ദിവസം ജപിച്ചിട്ടുണ്ട്. ശരിക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ 2000 പേര് ജപിക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം 20 കോടി അടുത്തായി നാമജപം. ശരിയല്ലേ? ഇനി നമ്മളോടൊന്നും പറയാതെ ഇത് ജപിക്കുന്ന ആൾക്കാർ കാണുമായിരിക്കാം. 20 കോടി നാമജപത്തിൻ്റെ അടുത്ത് മണ്ഡലവാസം കൊണ്ട് നമ്മുടെ വിശ്വാസികളുടെ ജപം ഈ ഭൂപ്രദേശത്ത് ഭഗവാൻ മഹാദേവനും മഹാവിഷ്ണുവിനും വേണ്ടി നാമജപം മൊത്തം നടന്നിട്ടുണ്ട്. നാരായണനാമം നമഃശിവായാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ജപിച്ചത്. കഴിഞ്ഞ ദിവസം എന്നെ ഒരു മുത്തശ്ശൻ വിളിച്ചു. അസലായിട്ട് ഇത്ര പ്രായമായ ഒരാളാണ്, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. 2.5 ലക്ഷം ഒരു പൂർത്തിയാക്കാറായി 41 ദിവസം കൊണ്ടെന്ന്. പക്ഷെ എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു അത് കേട്ടപ്പോൾ. എനിക്ക് എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു. അത്രയും കേമായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു. പേര് പോലും അദ്ദേഹത്തിന് ഓർക്കണില്ല. എന്നെ വിളിച്ച് അദ്ദേഹം പറഞ്ഞതാണ് 2.5 ലക്ഷം ജപം കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ജപിച്ചവർ നിർബന്ധമായിട്ട് അവരുടെ ജീവിതത്തിൽ ഉറപ്പായിട്ട് ഞാൻ പറയാം, 41 ദിവസം കൊണ്ട് അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ വൃത്തിയായിട്ടും വ്യക്തമായിട്ടുള്ളൊരു മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു സമാധാന കുടുംബത്തിലുണ്ടായിട്ടുണ്ട്. കാര്യങ്ങൾക്കൊരു നീക്കുപോക്ക് വന്നിട്ടുണ്ട്. യാതൊരു സംശയമില്ല, അതെനിക്ക് വളരെ ഉറപ്പാണ്. അത് കേൾക്കുന്ന, എന്നെ സംവദിക്കുന്ന, സത്യസന്ധമായി ജപിച്ചവരെല്ലാവരും അതിൻ്റെ അടിയിൽ തന്നെ കമൻ്റ് ഇട്ടിരിക്കണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 108 നാമജപമാണ് ഏറ്റവും വലിയ നാമജപം എന്ന് പലരും ധരിക്കുന്നിടത്ത്. കാരണം 108 ജപിക്കാൻ കഷ്ടിച്ച് 1.5 മിനിറ്റ് അല്ല 2 മിനിറ്റ് മതി. അതാണ് അവർ പറയണത് ഏറ്റവും വലിയ നാമജപം ധരിക്കുന്നിടത്താണ് നമ്മളൊരു ജപാദികൾ കൊണ്ട് മഹാദേവൻ്റെ കാൽക്കൽ ഒരു അർച്ചനയായിട്ട്, അല്ലെങ്കിൽ മഹാദേവൻ ഒരു വലിയ പുഷ്പാഭിഷേകം പോലെ ലക്ഷക്കണക്കിന് നാമം കൊണ്ട് നമ്മൾ ഓരോ വ്യക്തികളും ചേർന്ന് ഒരു കൂട്ടായ്മയിലൂടെ കോടിക്കണക്കിന് നാമജപം നമ്മൾ ഈ 41 ദിവസം കൊണ്ട് നടത്തി കഴിഞ്ഞു. ഓരോ കുടുംബത്തിലും 1,00,000-ൽ മുകളിൽ നാമജപാദികൾ വന്നു കഴിഞ്ഞു. അതിൻ്റെ ഒരു ഫലം എന്തായാലും ഓരോ കുടുംബങ്ങളിലും ഈ സമൂഹത്തിലും അത് പ്രതിഭാസത്തിൽ വരും. സംശയം വേണ്ട, യാതൊരു സംശയവും വേണ്ട. അതെനിക്ക് ഉറപ്പാണ്. കാരണം അതാണ്. അതിപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ജപിച്ചവരുടെ കുടുംബത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോ വരുമ്പോൾ തന്നെ അതിൻ്റെ കമൻറ്റിലൂടെ നമുക്ക് വ്യക്തമായിട്ടുള്ള അറിവുണ്ടാവും. കാരണം അത്രയ്ക്ക് മാറ്റങ്ങൾ ആ കുടുംബങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വേറൊരു വസ്തുത. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഈ 41 ദിവസത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങളൊരു 15 മിനിറ്റ് 20 മിനിറ്റ് നിങ്ങൾക്ക് നാമം ജപിക്കാൻ മാറ്റി വെച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നാമജപം സമയം എന്ന് പറഞ്ഞാൽ വളരെ വലിയ സമയമൊന്നും നിങ്ങളെ നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് 1,00,000-ലേക്ക് 41 ദിവസത്തിന് മുമ്പ് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളായിരിക്കാം, പലരും ചെയ്ത കാര്യങ്ങളും ആയിരിക്കാം. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് അതൊരു ശീലം ആക്കുവാണ് എങ്കിൽ, അതായത് ആ ശീലം എന്ന് പറയണത് അത് നാമജപം തുടർന്ന് മുൻപോട്ട് പോയിട്ട് നമഃശിവായ ആണെങ്കിൽ അക്ഷരലക്ഷം എന്ന് പറഞ്ഞാൽ 5 അക്ഷരാണ് നമഃശിവായ. ഓരോ അക്ഷരവും ഓരോ ലക്ഷം വെച്ച് അക്ഷരലക്ഷം നാമജപം. നാരായണായ നമ അതിനെ അഷ്ടാക്ഷരം എന്നാണ് പറയുന്നത്. അത് 8 ലക്ഷം. ഏതാണോ നിങ്ങൾ ജപിച്ചു തുടങ്ങിയത് ആ ജപിച്ചു തുടങ്ങിയതിൻ്റെ അത്രയും ലക്ഷം നാമജപത്തിലേക്ക് കടക്കാൻ നിങ്ങളുടെ മനസ്സും ശരീരവും നിങ്ങളുടെ ചിന്തകളും ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ചെറിയ സമയം ചിലവാക്കിയപ്പോഴാണ് നിങ്ങൾക്ക് 1,00,000-ലേക്ക് എത്താൻ സാധിച്ചത്, അല്ലെങ്കിൽ 1.25 ലക്ഷത്തിലേക്ക് എത്താൻ സാധിച്ചത്. ഒരുപാട് പേര് 1 ലക്ഷം മോളിൽ കഴിഞ്ഞിട്ടുണ്ട്.
അത് അക്ഷരലക്ഷം ജപിച്ചാലുള്ള ഫലം എന്താണെന്ന് വെച്ചാൽ 24/7, അതായത് എല്ലാ സമയവും എല്ലാ നിമിഷവും ആ ഭഗവാന്റെ കൺദൃഷ്ടിയിൽ ആണ് നമ്മൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കുട്ടി നീന്തി, അതായത് ശരിക്കും മുട്ടയിൽ എഴയുക എന്നൊക്കെ പറയും, നീന്തി തുടങ്ങുക, നടക്കുന്നതിന് തൊട്ടു മുമ്പുള്ള പ്രവൃത്തി. അത് ചെയ്യുമ്പോൾ ആ അമ്മ ആ കൊച്ചിനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും എങ്ങോട്ടൊക്കെ പോകണമെന്ന്. അതേപോലെ തന്നെ ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ, ആ നാമം ജപിക്കുന്ന ആ ഭഗവാൻ നിങ്ങളെ മരണം വരെ കാത്തിരിക്കുന്നു. അതാണ് അക്ഷരലക്ഷം. അക്ഷരലക്ഷത്തിന്റെ ഫലം അതാണ്. കാരണം ഞാനൊക്കെ ഏകദേശം നമശിവായൊക്കെ ഡെയിലി ദിവസം 5000 രൂപ ജപിക്കുന്ന ആളാണ്. ചില ദിവസങ്ങളിൽ അത് കൂടുതൽ ജപിക്കുന്ന ആളാണ്. ഏകദേശം ഞാനൊക്കെ ഒരു 15, 16 തൊട്ട് 20 കോടി ഒരു തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് നിലവിലിപ്പോൾ. അത്രയും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അനുഭവ ഗുണത്തിൽ നിന്നാണല്ലോ ഞാനിത് പറയണേ. അപ്പം അതുകൊണ്ട് തന്നെ പറയാണ്, നമ്മൾക്ക് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആചരിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മളെ കാക്കുന്ന, നമ്മുടെ പൊന്നുതമ്പുരാനായി നിൽക്കുന്ന മഹാവിഷ്ണുവിൻ്റെയും മഹാദേവനെയും മനസ്സുകൊണ്ടുള്ള ശ്രീകോവിലിൽ, ആ ശ്രീകോവിൽ നമ്മുടെ കുടുംബത്തിൽ സൃഷ്ടിക്കപ്പെട്ട് ആ ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് നാമജപം കൊണ്ട് പൂജ കഴിച്ച്, നാമജപം കൊണ്ട് അർച്ചന കഴിച്ച്, ആ ഭഗവാന്റെ സാന്നിധ്യത്തെ ആ കുടുംബസ്ഥ സ്ഥിരപ്രതിഷ്ഠ നടത്തി, ആ ഭഗവത് സാന്നിധ്യം കൊണ്ട് നമ്മുടെ മക്കളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും പൂർണ്ണ നന്മയിലേക്കും നമുക്ക് വളർത്തി, നമ്മുടെ ഭൗതിക സുഖങ്ങളായി നിൽക്കുന്ന സമ്പത്തും ഐശ്വര്യവും നമുക്ക് വേണ്ടുവോളം തന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും കുട്ടികളുടെ ആയുസ്സിലും കുട്ടിക്ക് ആരോഗ്യത്തിലും നല്ല സമൃദ്ധമായി നിൽക്കുന്ന അനുഗ്രഹങ്ങളെ നമ്മളിലേക്ക് പ്രദാനം ചെയ്യുന്ന ആ ഭഗവത് സ്വരൂപത്തെ മനസ്സിലിരുത്തി ജപിക്കുന്ന, ഒരു ചെലവുമില്ലാത്ത ഏറ്റവും ശക്തമായി നിൽക്കുന്ന പ്രക്രിയയാണ് നാമജപം. ആ നാമജപത്തിലൂടെ ഈ ഒരു 41 ദിവസം കൊണ്ട് അനുഭവിച്ച ആ സുഖസുഷ്മിതമായി നിൽക്കുന്ന അവസ്ഥ ജീവിതാവസാനം വരെ നിൽക്കുക എന്ന് മാത്രമല്ല, ഒരുപാട് കടമ്പകൾ നമുക്ക് ദുരിതങ്ങൾ കിടപ്പുണ്ട്. ആ ദുരിതങ്ങൾ മുഴുവൻ ഒഴിഞ്ഞിട്ട് പൂർണ്ണമായ മോക്ഷത്തിലേക്കും നന്മയിലേക്കും ഐശ്വര്യത്തിലേക്കും കടന്നു വരേണ്ടത് നമുക്ക് ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് ഇതൊരു എക്സ്പീരിയൻസ് ആയി നമ്മൾ വെച്ചാൽ, ഇതുകൊണ്ട് നമുക്ക് വലിയ സമയച്ചെലവോ വളരെ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ജപിച്ച ഓരോരുത്തർക്കും അറിയാം. അപ്പോൾ ആ ജപത്തിൻ്റെ അതേ രീതിയിൽ തന്നെ നമ്മൾ മുൻപോട്ട് പോവുകയാണ് എങ്കിൽ, അത് അക്ഷരലക്ഷത്തിലേക്ക് എത്തിക്കുകയാണ് എങ്കിൽ, നമുക്ക് ലഭിക്കാൻ പോകുന്നത് ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ വരദാനമാണ്. അപ്പോൾ ഈ നാമജപം എന്ന് പറയുന്നത്, കാരണം നമ്മൾ ആദ്യമായിട്ട് ഒരാളോട് പറയുകയാണ് നീ 1 ലക്ഷം ജപിക്കണം, അയ്യോ 1 ലക്ഷം ഒരു നാമജപം, അങ്ങനെ ഒരു ധാരണയിലേക്കാണ് വരണേ. കാരണം നമുക്ക് ചെയ്യുമ്പോൾ പറയാം, നമുക്കൊരു മാക്സിമം ഒരു 20 മിനിറ്റ് നമ്മൾ മാക്സിമം ടൈം നമ്മളൊരു ദിവസം, ഏതാണ്ട് 24 മണിക്കൂർ ഭഗവാൻ നമുക്ക് തരുന്ന സമയത്ത് 20 മിനിറ്റ് നമ്മൾ ഭഗവാന് മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന അനുഭവ ഗുണങ്ങളുടെ, സാമ്പത്തിക ഗുണങ്ങളുടെ, സൗന്ദര്യത്തിൻ്റെ, ആയുസ്സിൻ്റെ, ആരോഗ്യത്തിൻ്റെ അത്രയ്ക്ക് മേന്മയേറിയ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കാൻ സാധിച്ചു എങ്കിൽ, ഏറ്റവും അതിൻ്റെ പരമപ്രധാനമായി നിൽക്കുന്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അക്ഷരലക്ഷമാണ്. ഈ മന്ത്രോപദേശം മേടിക്കുമ്പോൾ അതിന് ദീക്ഷയായി കണക്കാക്കുമെങ്കിൽ, മന്ത്രസിദ്ധി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. മന്ത്രസിദ്ധി അല്ലെങ്കിൽ നാമസിദ്ധി വരുത്തുക എന്ന് പറയും. ആ നാമസിദ്ധി എന്ന് പറയുന്നത് ഇങ്ങനെ അക്ഷരലക്ഷം ജപിച്ച് നമുക്ക് ലഭിക്കുന്നതാണ് ആ നാമസിദ്ധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മന്ത്രസിദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ആ നാമസിദ്ധിയിലേക്ക് നമ്മൾക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്, ഈ പറയുന്ന എന്താ പറയണേ, അക്ഷരങ്ങൾക്ക് അത്രയും ലക്ഷ്യം. അതായത് നമശിവായാണ് 5 ലക്ഷം, നാരായണനാമാണ് 8 ലക്ഷം, അങ്ങനെ ഇപ്പം രാമായ നമ എന്നാണ്, അത് 2 ലക്ഷം ഒരു മതി. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പം രാമൻ്റെ ആകുമ്പോൾ രാമും കൂടെ കൂട്ടിയിട്ട് 3 ലക്ഷം ഒരു ആയിക്കോട്ടെ, 3 ലക്ഷം ഒരു മതി. അപ്പം രാമൻ്റെ ഒക്കെ ജപിച്ചാൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിന് തത്തുല്യമാണ്. അങ്ങനെ ഒരു പ്രഭാവമുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരോട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന്. അപ്പോൾ 2025 ജനുവരി മാസം തുടങ്ങാൻ പോവുകയാണ്. 2025 ഡിസംബർ മാസം 30-ാം തീയതി ആകുമ്പോൾ ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കുക, നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. ഫലം അല്ല നമുക്കിവിടെ വിഷയം, അല്ലെങ്കിൽ ഇന്ന സംഭവത്തിന് എന്നല്ല നമ്മുടെ ലക്ഷ്യം. അതായത് ദേവാദി ദേവന്മാരായി നിൽക്കുന്ന ഭഗവാന്മാരുടെ അനുഗ്രഹ കലകൾ കൊണ്ട് ഞങ്ങളിലോ ഞങ്ങളുടെ ജീവിതത്തിലോ എവിടെയെങ്കിലും ചെറിയതായി നിൽക്കുന്ന ദുരിതങ്ങൾ
അല്ലെങ്കിൽ ശാപതാപാദികൾ കൊണ്ട് നമ്മളോ നമ്മുടെ മക്കളോ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായി മാറ്റി നമുക്കൊരു സ്വർഗീയമായി നിൽക്കുന്ന ഏറ്റവും ഗംഭീരമായി നിൽക്കുന്ന സുഖം ലഭിക്കണമെങ്കിൽ ആ സുഖത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ 2025 വർഷം കൊണ്ട് ഞാൻ എൻ്റെ അക്ഷരലക്ഷ്യം തീർക്കും. 1 വർഷത്തെ കാലാവധി അതിലേക്ക് നമ്മൾ കടക്കുക. കാരണം എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് വളരെ 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 നിസ്സാരമായിട്ട് തീരാവുന്നതേ ഉള്ളൂ. കാരണം വളരെ സിമ്പിളാണ്. ഒരു ദിവസം നിങ്ങൾ എല്ലാവരും പറയും ഞാൻ അരമണിക്കൂർ 1 മണിക്കൂർ നാമം ജപിക്കുന്നു എന്ന് പറഞ്ഞിടത്ത് ഞാൻ ചോദിക്കുന്നത് ഇഷ്ടദേവന് വേണ്ടിയിട്ട് 20 അല്ലെ 25 മിനിറ്റ് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോളൂ. ശരിക്കും ആ 1 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ നാമം പോലും ജപിക്കേണ്ടി വരില്ല. അത്രയ്ക്ക് സുഹൃതം, ഐശ്വര്യം, ദൈവാധീനം, അനുഗ്രഹം, ഭാഗ്യം നമ്മളിലേക്ക് എത്തിച്ചേരും. അത്ര കേമായിട്ട് എത്തിച്ചേരുന്നവരാണ്. അത് ഗംഭീരമായിട്ട് എത്തിച്ചേരും. അപ്പം ഏകദേശം ഇപ്പം ഈ 2000 പേരെങ്കിലും എനിക്ക് എൻ്റെ അറിവിലുണ്ട് ജപിച്ചിരിക്കുന്നത് ഈ മണ്ഡലമാസക്കാലത്ത് 1 ലക്ഷം രൂപ. പലരും എന്നോട് പറഞ്ഞു വളരെ എന്താണെന്നറിയില്ല തിരുമേനി, അതുപോലെ ഒരു സുഖമായിരുന്നു ഈ മണ്ഡലമാസം എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാരുണ്ട് ഡയറക്റ്റ് ഫോൺ വിളിച്ച്. ഞങ്ങൾക്കിനി 1000 ഉള്ളൂ തീരാൻ, 5000 ഉള്ളൂ തീരാൻ, 1 ലക്ഷം, പക്ഷെ ഭയങ്കര കേമായിരുന്നു തിരുമേനി എന്ന് പറഞ്ഞ ഒത്തിരി പേരുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് കേൾക്കാം, ആൾക്കാരതിൻ്റെ ഫലങ്ങൾ പറയും. അപ്പം ഞാൻ പറയുന്നത് ആ 1 ലക്ഷം തീർക്കണ്ട, നേരെ 5 ലക്ഷത്തിലേക്ക് പോരുക. നമഃശിവായാണെങ്കിൽ അക്ഷരലക്ഷത്തിലേക്ക് പോരുക. എന്നിട്ട് മന്ത്രസിദ്ധി അല്ലെങ്കിൽ നാമസിദ്ധിയിലേക്ക് നമ്മൾ എത്തുക. നമ്മുടെ കുട്ടികളുടെ പൂർണ്ണമായി നിൽക്കുന്ന അനുഗ്രഹം. ഇനി കുട്ടികൾ ഒരിക്കലും ഒരു കാരണത്തിലും സങ്കടപ്പെടരുത്. നമ്മളോ നമ്മളെ കാരണവന്മാരായി ചെയ്തിരിക്കുന്ന എന്തെങ്കിലും കലകളോ നമ്മുടെ വസ്തു സംബന്ധമായ കുടുംബ സംബന്ധമായി നിൽക്കുന്ന ഏതെങ്കിലും ദോഷങ്ങൾ കൊണ്ട് എന്തെങ്കിലും ദുരിതങ്ങൾ കൊണ്ട് നമ്മുടെ കുടുംബത്തിലൊരാൾക്കും ഇനി ദുരിതം വരാതിരിക്കാൻ ആ ദുരിതത്തെ മുഴുവൻ നമുക്കുള്ള കടം മുഴുവൻ അടച്ചു തീർത്തിട്ട് നമ്മൾ കുറേ അധികം പൈസ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് അത് മക്കൾക്ക് കൊടുക്കുവാണ്. സുഭിക്ഷമായി ജീവിച്ചോളം പറഞ്ഞ്. അതാണ് ഈ അക്ഷരലക്ഷം നാമജപത്തിൻ്റെ ലക്ഷ്യം. ആ അക്ഷരലക്ഷത്തിലേക്ക് നമുക്ക് പോകണം. അതിൽ പ്രയാണം ചെയ്യണം. ഇതുപോലെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ യാതൊരു മടിയും വേണ്ട. ഭഗവാനെ ശ്രവിക്കാൻ, ഭഗവാന്റെ നാമം ജപിക്കാൻ മടി വരുന്നു എന്നൊരു നിമിഷം നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളൂ, ആ നമ്മുടെ കഷ്ടകാലത്തിൻ്റെ കൂടുതലാണ് നമുക്കത് ചെയ്യാൻ പറ്റാതെ വരണേ. അതുകൊണ്ട് തന്നെ യാതൊരു സംശയവുമില്ലാതെ നമ്മൾ കടന്നിരിക്കണം, ചെയ്യണം, ചെയ്തിരിക്കണം. 1500 പേര് ആണ് കഴിഞ്ഞ നമ്മുടെ 41 മുമ്പുള്ള വീഡിയോയ്ക്ക് മെസ്സേജ് ഇട്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയ്ക്ക് 5000 പേരെങ്കിലും കമൻ്റ് ഇടണം ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞത്. അന്ന് ചെയ്യും എന്ന് പറഞ്ഞ ഓരോരുത്തരുടെയും പേര് വെച്ച് ഞാൻ അവർക്ക് വേണ്ടി ഈശ്വര അവർക്ക് ജപം മുട്ടിക്കാതെ നടത്തണേ എന്ന് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. കാരണം അവരുടെ ആഗ്രഹത്തോട് ഭഗവാൻ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ആ ചെയ്യുമെന്ന് പറഞ്ഞ ഓരോ വ്യക്തികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഓരോരുത്തരുടെയും പേര് വായിക്കാവുന്ന അനുസരിച്ച് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അവരുടെ ജപം മുടങ്ങാതെ കൊണ്ടുപോകാൻ വേണ്ടി, അവരുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് 5000 പേരെങ്കിലും മിനിമം ഇതുപോലെ തന്നെ കമൻ്റ് ഇടണം. അതെനിക്ക് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. എനിക്ക് നിങ്ങൾ ജപിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ കാണുന്ന ആ സുഖത്തെ, ആ സൗന്ദര്യത്തെ, ആ സമ്പത്തിനെ, ആ ഐശ്വര്യത്തിലെ, കുട്ടികളുടെ ഉയർച്ചയെ കാണുമ്പോൾ അതാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം, ആ കുടുംബത്തിൻ്റെ വളർച്ച. അതുതന്നെയാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ പൂജയും. അത് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അപ്പം നാമജപം എന്ന് പറയുന്ന സാധനം 1 രൂപ പോലും മുടക്കില്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഇപ്പം സാധാരണഗതിക്ക് ഒരു ചെറിയ സുദർശനഹോമം 1008 സുദർശനഹോമം കഴിക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് കഴിച്ചവർക്കറിയാം നല്ല പൈസയുണ്ട്, ഭയങ്കര പൈസയാണ്. അല്ലെങ്കിൽ ഒരു മൃത്യുഞ്ജയ ഹോമം നല്ല യഥാവധി നിയമം അനുസരിച്ച്, അമ്പലത്തിലെ മൃത്യുഞ്ജയ ഹോമം അല്ല, അല്ലെങ്കിൽ ഒരു അഘോരഹോമം വീട്ടിൽ വെച്ചൊരു മൃത്യുഞ്ജയ ഹോമം നന്നായി കഴിക്കണമെങ്കിലും വളരെ ചിലവുണ്ട്. ഈ 1 ലക്ഷം നമഃശിവായ ജപിച്ചവർക്ക് ഒരു മൃത്യുഞ്ജയ ഹോമം കഴിക്കുമ്പോൾ 1008 മൃത്യുഞ്ജയ മന്ത്രമാണ് ജപിക്കണമെങ്കിൽ നിങ്ങൾ 1 ലക്ഷം മൃത്യുഞ്ജയമൂർത്തിയുടെ നാമമാണ് നിങ്ങൾ ജപിച്ചേക്കണേ. മഹാസുദർശന ഹോമം 1000 മഹാസുദർശന ഹോമം കഴിക്കാൻ 10,000-15,000 ആൾക്കാർ ചെലവാക്കുമ്പോൾ നിങ്ങൾ 1 ലക്ഷം ആ സുദർശനമൂർത്തിയുടെ പൂർണ്ണാവതാരമായ മഹാവിഷ്ണുവിൻ്റെ നാമമാണ് ജപിച്ചേക്കണേ. അതിൽ പരം ഒരു സുഹൃത എന്താ വേണ്ടത്? അതായത് ആ സൈസ് സുദർശനഹോമത്തിൻ്റെ, അല്ലെങ്കിൽ ആ സൈസ് അഘോരഹോമത്തിൻ്റെ, അല്ലെങ്കിൽ ആ സൈസ് മൃത്യുഞ്ജോമത്തിൻ്റെ 100 ഇരട്ടി ശക്തിയിലുള്ള ജപാദികളാണ് നിങ്ങൾ ചെയ്തേക്കണത്. 100 ഇരട്ടി ശക്തി. അപ്പം അതുകൊണ്ട് നമ്മൾ 2025 എന്ന് പറയുന്നത്
നമ്മുടെ നാമജപ വർഷമായി നമ്മൾ മാറ്റുകയാണ്. കാരണം പറഞ്ഞാൽ ഒരു 25 ഒരു സെഞ്ചുറിയുടെ 1/4 എന്നാണ് കണക്കൂട്ടണേ. 2025 ജനുവരി 1 തൊട്ട് നമ്മൾ നാമജപ വർഷമായി കാണുവാണ്. ജ്യോതിഷ വാർത്ത കാണുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും എൻ്റെ കൂടപ്പിറപ്പുകളുമായി നിൽക്കുന്ന എല്ലാ സഹൃദയരും, അല്ലെങ്കിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ ആൾക്കാർക്കും നമ്മളിത് നാമജപ വർഷമായി മാറ്റുകയാണ്. ഈ വർഷം അക്ഷരലക്ഷം പൂർത്തിയാക്കാനുള്ള യജ്ഞത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത ഈ പൂർത്തിയാകുന്ന അവസരത്തിൽ ദൈവം സഹായിച്ചാൽ ജപിച്ചവരും നമ്മളും എല്ലാം കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു ദിനമുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നൊരു ദിനമുണ്ട്. നമ്മൾ ഒരുമിച്ച് കാണുന്നൊരു ദിനമുണ്ട്. ഒരുമിച്ചിരിക്കുന്നൊരു ദിനമുണ്ട്. അത് നമ്മൾ വളരെ സന്തോഷകരമായി നിൽക്കുന്ന ഭക്തി നിർഭരമായി ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ കരക്കൂട്ടുന്നൊരു ദിവസം. ആ ദിവസത്തെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. നിക്ഷേപത്തിലേക്കാണ് നാമജപം. നമ്മുടെ ദുരിതം മാറാനല്ല, ശക്തമായ നിക്ഷേപത്തിലേക്ക്, പരമ്പരയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മളത് തുടങ്ങണം. നമസ്കാരം. ഗോവിന്ദംപുരി.